നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. റബ്ബർ വില ഇടിഞ്ഞു. റബ്ബർ വില ഇടിയാനുണ്ടായ കാരണമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. വിദേശ മാന്ദ്യത്തിൻ്റെ പ്രതിഫലനം ഇന്ത്യൻ വിപണിയിലും. ക്രൂഡ് ഓയിലിന് നേരിട്ട വിലയിടിവ് ആഗോളതലത്തിൽ റബ്ബറിൽ സമ്മർദ്ദമുളവാക്കി. എണ്ണവില 2% കുറഞ്ഞതിൻ്റെ പ്രതിഫലനം കൃത്രിമ റബ്ബർ വിലയെ ബാധിച്ചതോടെ ഏഷ്യൻ മാർക്കറ്റിൽ സ്വാഭാവിക റബ്ബറിന് പെടുന്നതിനെ ഡിമാൻഡ് കുറഞ്ഞു. മികവോടെയാണ് ജപ്പാൻ ഒസാക്കയിൽ റബ്ബർ അവധി വ്യാപാരം തുടങ്ങിയതെങ്കിലും നിക്ഷേപകർ ലാഭമെടുപ്പിലേക്ക് ചുവടുമാറ്റിയതിനാൽ നിരക്ക് 426 എന്നിൽ നിന്നും 419 ഇടിഞ്ഞു. വിദേശ മാന്ദ്യം ഇന്ത്യൻ റബ്ബറിലും പ്രതിഫലിച്ചു. സംസ്ഥാനത്ത് 4ാം ഗ്രേഡ് കിലോ 280 രൂപയിൽ നിന്നും 276 രൂപയായി. തായ് വിപണിയായ ബാങ്കോക്കിൽ ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ കിലോ 265 രൂപയിലാണ് ഇടപാടുകൾ നടന്നത്. ഉത്സവ സീസൺ മുന്നിൽ കണ്ട് വ്യവസായികൾ ഭക്ഷ്യ എണ്ണ ഇറക്കുമതിക്ക് ഉത്സാഹിച്ചു. ജൂലൈയിൽ പാചക എണ്ണ വരവ് തൊട്ടു മുൻപുള്ള മാസത്തെ അപേക്ഷിച്ച് 33% വർദ്ധിച്ചു. പാം ഓയിലാണ് ഇറക്കുമതിയിൽ മുന്നിൽ. ജൂണിനേക്കാൾ 49.89% വർദ്ധിച്ച് 7,30,000 ടണ്ണായി. ഒക്ടോബർ വരെ നീളുന്ന ഉത്സവകാല ആവശ്യങ്ങൾക്കായി ഈ മാസവും വൻതോതിൽ വിദേശ എണ്ണ എത്തിക്കാൻ വ്യവസായികൾ കരാറുകൾ ഉറപ്പിച്ചിട്ടുണ്ട്. പാം ഓയിൽ, സോയാബീൻ, സൂര്യകാന്തി എണ്ണകൾക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഡിമാൻഡുണ്ട്. അർജന്റീന, മലേഷ്യ, ഇന്തോനേഷ്യയിൽ നിന്നുമാണ് കൂടുതൽ ഇറക്കുമതി. കേരളത്തിൽ വെളിച്ചെണ്ണ വില ഏതാനും ദിവസങ്ങളായി മാറ്റമില്ലെങ്കിലും കാർഷിക മേഖലയ്ക്ക് ആവേശം പകർന്ന് പച്ചത്തേങ്ങ വില കിലോയ്ക്ക് 75 രൂപ വരെയും ഉയർന്നു. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് പ്രാദേശിക ഡിമാൻഡിൽ തേങ്ങാ വില ഉയരുന്നത്. വിപണിയുടെ ചലനങ്ങൾ നിരീക്ഷിച്ചാൽ മില്ലുകാർ വില ഉയർത്തി കൊപ്ര ശേഖരിക്കാൻ സാധ്യത. നേരത്തെ തമിഴ്നാട് ലോബി നിരക്ക് ഉയർത്തിയെങ്കിലും കേരളത്തിലെ ഉൽപ്പാദകർക്ക് അതിൻ്റെ നേട്ടം ലഭിച്ചില്ല. തിരുവോണം വരെയും പ്രാദേശിക തലത്തിൽ വെളിച്ചെണ്ണയ്ക്ക് ആവശ്യം വർദ്ധിക്കും. എണ്ണവില കിലോ 300 രൂപയ്ക്ക് മുകളിലാണ്. വണ്ടൻമേട് നടന്ന ഏലക്ക ലേലത്തിൽ വാങ്ങൽ താൽപ്പര്യത്തിനിടയിൽ ഉൽപ്പന്നം കരുത്ത് നേടി. കയറ്റുമതിക്കാരും ആഭ്യന്തര വ്യാപാരികളും ഏലക്ക ശേഖരിച്ചതോടെ ശരാശരി ഇനങ്ങൾ കിലോ 3,250 രൂപയായി കയറി. മികച്ച ഇനങ്ങൾ 4,928 രൂപയിലാണ്. മൊത്തം 72,308 കിലോ ഏലം വിൽപ്പനയ്ക്കെത്തിയതിൽ 61,934 കിലോയും കൈമാറ്റം നടന്നു.